Hello everyone, welcome to Scholars Hub. സോ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ബ്ലോക്ക് 1 യൂണിറ്റ് 4ൻ്റെ റിവിഷൻ ക്ലാസ് ആണ്. സോ ഇതിൽ അനലൈസിങ് ലിറ്ററേച്ചർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏരിയ ആണ് നമുക്ക് നോക്കാനുള്ളത്. സോ കഴിഞ്ഞൊരു ഏരിയയിൽ നമ്മൾ അമ്യൂസീവ് റീഡിങ്, അതുപോലെ തന്നെ സീരിയസ് റീഡിംഗ് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ഏരിയാസിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു യൂണിറ്റിൽ നമുക്ക് ഒരു 3 ടെക്സ്റ്റുകൾ, 3 പുസ്തകങ്ങൾ, അല്ലെങ്കിൽ ഒരു ചെറുകഥയുണ്ട്, ഒരു ഷോർട്ട് സ്റ്റോറി ഉണ്ട്, അതുപോലെ തന്നെ ഒരു പോം, ഒരു ഇംഗ്ലീഷിലുള്ള ഒരു കവിതയുണ്ട്, അതുപോലെ തന്നെ ഒരു പ്രോസ് വർക്ക് ഉണ്ട്. പ്രോസ് വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ വായിക്കുന്ന പുസ്തകങ്ങൾ, അതൊരു മോട്ടിവേറ്റിംഗ് രീതിയിലുള്ള ഒരു അബ്ദുൽ കലാമിൻ്റെ ഒരു പുസ്തകമുണ്ട്. അപ്പോൾ ഈ ഒരു 3 പുസ്തകങ്ങളും അനലൈസ് ചെയ്യാനാണ്, റീഡ് ചെയ്യാനുള്ള ഒരു യൂണിറ്റാണത്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും നിങ്ങളത് വായിക്കുക, മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇതിന് ക്വസ്റ്റ്യൻസ് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ അബ്ദുൽ കലാം ആ ഒരു പുസ്തകത്തിൽ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ആ പുസ്തകത്തിൻ്റെ പേര്, അത് പബ്ലിഷ് ചെയ്തത്, അത് എവിടെ നിന്ന് എടുത്തതാണ്, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരാം. അതുപോലെ തന്നെ ഈ ഷോർട്ട് സ്റ്റോറിയിൽ ആ കഥയിലെ കഥാപാത്രങ്ങളെക്കുറിച്ച്, അതല്ലെങ്കിൽ അതിലെ ആ സ്റ്റോറിയിൽ എന്തൊക്കെയാണ് വന്നിട്ടുള്ളത്, അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇതിലൊരു കവിതയുണ്ട്, ആ കവിതയുടെ പ്രത്യേകത എന്താണ്, അതിൽ ഉപയോഗിച്ചിട്ടുള്ള ടെക്നിക്കുകൾ എന്തൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് ഇതിൽ ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. സോ ഈ 3 ടെക്സ്റ്റുകളും അതിൻ്റെ സമ്മറിയും നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, സോ ഈ ഒരു യൂണിറ്റിൽ പ്രധാനമായിട്ട് നമ്മൾ നോക്കുന്നത് ഹൗ ടു അനലൈസ് എ ലിറ്ററേച്ചർ. അതായത് നമ്മുടെ കയ്യിൽ ഒരു സാഹിത്യ പുസ്തകം, ഒരു കഥയോ കവിതയോ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു പുസ്തകം കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് എങ്ങനെ അനലൈസ് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചാണ്. റീഡിങ് ആക്റ്റീവ്ലി, പേ ക്ലോസ് അറ്റൻഷൻ ടു ദ ടെക്സ്റ്റ്, ടേക്ക് നോട്ട്സ് ആൻഡ് ഹൈലൈറ്റ് ദ കീ പോയിന്റ്സ്. അങ്ങനെയൊക്കെയാണ് നമ്മളൊരു ടെക്സ്റ്റ് കിട്ടിയാൽ ചെയ്യേണ്ടത്. അതായത് നമ്മൾ ക്ലോസ് അറ്റൻഷനിൽ നമ്മൾ റീഡ് ചെയ്യുക, അതിൻ്റെ ആവശ്യമായിട്ടുള്ള നോട്ട്സൊക്കെ നമ്മൾ എഴുതിയെടുക്കുക, ഫുഡ് നോട്ട്സോ അല്ലെങ്കിൽ ലെക്ചർ നോട്ട്സൊക്കെ നമ്മൾ എഴുതുക. അതുപോലെ തന്നെ ഹൈലൈറ്റ് കീ പോയിന്റ്സ് നമ്മൾ ഹൈലൈറ്റ് ചെയ്യുക. അതുപോലെ തന്നെ തീം, സിമ്പിൾസ് ഒക്കെ നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കുക, അതിൻ്റെ തീം എന്താണ്, സിമ്പിൾസ് എന്താണെന്നൊക്കെ. അതുപോലെ തന്നെ എക്സാമിനിങ് ലിറ്റററി ഡിവൈസസ്, അതിലൊരുപാട് ലിറ്റററി ഡിവൈസസ് യൂസ് ചെയ്തിട്ടുണ്ട്, മെറ്റഫറി, ഇമേജറി ഒക്കെ പോലെയുള്ള, അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുക. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് ക്ലാസ് നമ്മൾ സ്കോളേഴ്സ് ഹബ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആ ഒരു ക്ലാസ്സും കൂടി കാണാം. ഓക്കെ, ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു 1 hour അറൗണ്ട് വരുന്നൊരു ക്ലാസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പോകുന്നില്ല. സോ നമുക്ക് പ്രധാനമായിട്ട് ഈ ടെക്സ്റ്റുകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. എന്തിനൊക്കെയാണ് നമ്മളൊരു ടെക്സ്റ്റ് അനലൈസ് ചെയ്യുന്നത്? എൻഹാൻസ് കോംപ്രഹെൻഷൻ, നമ്മുടെ കോംപ്രഹെൻഷൻ സ്കില്ല് കൂട്ടാൻ, ക്രിട്ടിക്കൽ തിങ്കിങ് കൂട്ടാൻ, നമ്മുടെ റൈറ്റിംഗ് സ്കില്ല് കൂട്ടാൻ, അതുപോലെ തന്നെ എംപതി എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാകാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഈ കഥകളിലൊക്കെ നമുക്ക് ഒരുപാട് നല്ല നല്ല കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അമ്മയും അച്ഛനും മക്കളും തമ്മിലുള്ള ആ ഒരു സ്നേഹബന്ധത്തിനെ കുറിച്ചൊക്കെയുള്ള കഥകൾ പറയുമ്പോൾ നമ്മളത് വായിക്കുമ്പോൾ നമുക്കൊരു ഇമോഷണൽ കണക്ഷൻ ഉണ്ടാവും. അപ്പോൾ ആ ഒരു സെയിം സാധനം നമ്മൾ നമ്മുടെ ലൈഫിലും പാലിക്കും. അപ്പോൾ ഇതിനൊക്കെയാണ് നമ്മൾ എൻകറേജസ് എംപതി എന്ന് പറയുന്നത്. ഓക്കെ, സ്ട്രെങ്തൻസ് കമ്മ്യൂണിക്കേഷൻ, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ബെറ്റർ ആവും. കാരണം നമ്മളൊരു കഥ വായിക്കുമ്പോൾ അതിലൊരുപാട് യൂസേജുകൾ, എങ്ങനെയാണ് സംസാരിക്കുന്നത്, അതുപോലെ തന്നെ അതിലുള്ള കോൺവെർസേഷൻ രീതികളൊക്കെ നമുക്ക് മനസ്സിലാവും. സോ അതൊക്കെ നമ്മുടെ കമ്മ്യൂണിക്കേഷന് ഹെൽപ്ഫുൾ ആവും. ഓക്കെ, സോ ഇതിൽ നമുക്ക് ഫസ്റ്റ് പഠിക്കാനുള്ള ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ ദ ഡ്രീം ആൻഡ് ദ മെസ്സേജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുസ്തകത്തിലുള്ള കുറച്ച് ഏരിയാസാണ്. അപ്പോൾ ഇതിൽ അബ്ദുൽ കലാമിൻ്റെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്, പേര്, അതുപോലെ തന്നെ അദ്ദേഹം ജനിച്ച വർഷം, അതുപോലെ തന്നെ മരിച്ച വർഷം, എവിടെയാണ് മരിച്ചത്. അപ്പോൾ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ പഠിച്ചു വെക്കണം, എന്നാണ് ജനിച്ചത്, എന്നാണ് മരിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ അദ്ദേഹം പ്രസിഡൻ്റ് ആയത്, അദ്ദേഹം മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് അറിയപ്പെട്ടത്. അപ്പോൾ ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. സോ കലാം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ കുറിച്ചുള്ള ഏത് ക്വസ്റ്റ്യനും നമുക്ക് വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഫേമസ് വർക്കുകൾ, ഒരു പ്രാവശ്യം ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, കലാമിൻ്റെ 3 ഫേമസ് വർക്കുകളെ കുറിച്ച് എടുത്ത് എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ വിങ്സ് ഓഫ് ഫയർ ഉണ്ട്, ഇഗ്നൈറ്റഡ് മൈൻഡ് ഉണ്ട്, ഇന്ത്യ 2020 ഉണ്ട്, ദ ലൂമിനിയസ് സ്പാർക്ക് ഉണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു 3 വർക്കെങ്കിലും നിങ്ങൾ ബൈഹാർട്ട് ചെയ്ത് പഠിക്കുക. അതുപോലെ തന്നെ നമ്മൾ ഈ ഇന്ന് പഠിക്കുന്ന ദ ഡ്രീം ആൻഡ് ദ മെസ്സേജ് എന്ന് പറയുന്ന ഈ ഒരു ഏരിയ, അതൊരു പുസ്തകത്തിൻ്റെ ഒരു ഭാഗമാണ്. അത് നമുക്ക് ഈ ഒരു ഇഗ്നൈറ്റ് മൈൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പുസ്തകത്തിൽ നിന്ന് എടുത്ത ഒരു പാസേജാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാം, ഈ ഒരു പാസേജ് എവിടെ നിന്നാണ് എടുത്തത് എന്നുള്ളത്. അപ്പോൾ ഇഗ്നൈറ്റഡ് മൈൻഡ് എന്നുള്ള ആ ഒരു പുസ്തകമാണെന്ന് നിങ്ങൾക്ക് അറിയണം. സോ ഈ ഒരു പുസ്തകം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു സമ്മറി നമുക്ക് നോക്കാം. ഇതെന്നാണ് പബ്ലിഷ് ചെയ്തത് എന്നൊക്കെ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതെല്ലാം നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ. ഓക്കെ,
2025 ഷില്ലോങ്ങിൽ വെച്ചാണ് അദ്ദേഹം മരിച്ചത്. ഓക്കെ, ഇഗ്നൈറ്റഡ് മൈൻഡ് എന്നാണ് ഈ ഒരു പാസേജ് എടുത്തത്. അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഈ ഒരു ഇതിൽ പ്രധാനമായിട്ട് അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം ഒരു 4 1 2 3 4 5 6 പ്രധാനപ്പെട്ട ആളുകളെ അദ്ദേഹം എക്സാമ്പിളായിട്ട് തരുന്നുണ്ട്. അദ്ദേഹത്തിന് ഇൻസ്പയർ ചെയ്ത 4 ആളുകളെ കുറിച്ച് ഇതിൽ പറയുന്നുണ്ട്. എംപറർ അശോകനെ കുറിച്ച് പറയുന്നുണ്ട്, മഹാത്മാഗാന്ധിനെ കുറിച്ച് പറയുന്നുണ്ട്, ആൽബർട്ട് ഐൻസ്റ്റീനെ കുറിച്ച് പറയുന്നുണ്ട്, അതുപോലെ തന്നെ എബ്രഹാം ലിങ്കണ്, അതുപോലെ തന്നെ ഒരു റിവേർഡ് സൈന്റ് എന്നാണ് പറയുന്നത്, അത് ഖലീഫ ഉമർ ആണെന്ന് നമുക്ക് വിചാരിക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു 6 ആളുകളെ കുറിച്ച് ഇതിൽ പറയുന്നുണ്ട്. സോ ഈ ഒരു എൻ്റെ ഇതിൽ അദ്ദേഹം തുടങ്ങുന്നത് അദ്ദേഹത്തിന് 30 സെപ്റ്റംബർ 2001 സംഭവിച്ച ഒരു ദുരന്തം പറഞ്ഞുകൊണ്ടാണ്. റാഞ്ചി ടു ബൊറാക്കോ വരെ അദ്ദേഹം ഒരു ഹെലികോപ്റ്റർ യാത്രയിൽ സഞ്ചരിക്കുകയും ആ ഹെലികോപ്റ്റർ യാത്ര ഒരു അപകടം സംഭവിക്കുകയും അതിൽ നിന്ന് അദ്ദേഹം രക്ഷപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം പറഞ്ഞിട്ടാണ് അദ്ദേഹം ഈ ഒരു പുസ്തകം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ആ ഒരു അപകടത്തിന് ശേഷവും അദ്ദേഹം അവിടുന്ന് രക്ഷപ്പെട്ടതിന് ശേഷം അദ്ദേഹം ഒരു സ്പീച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം പോയിരുന്നു, ആ അപകടം അദ്ദേഹം തരണം ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇദ്ദേഹം ഈ ഒരു പാസേജ് തുടങ്ങുന്നത്. അതിനുശേഷമാണ് അദ്ദേഹത്തിനെ ഇൻസ്പയർ ചെയ്ത ഈ 6 ആളുകളുണ്ട് അതിനെക്കുറിച്ചൊക്കെ അദ്ദേഹം പറയുന്നത്. പിന്നെ അദ്ദേഹം ഈ ഒരു പാസേജിൽ കൂടുതലും സംസാരിക്കുന്നത് ഇന്ത്യ ഈസ് റിച്ച് ഇൻ നോളജ് ആൻഡ് റിസോഴ്സസ് ബട്ട് ലാക്സ് കോൺഫിഡൻസ് ആൻഡ് യൂണിഫൈഡ് വിഷൻ. അതായത് ഇന്ത്യയിലെ ആളുകൾ, ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് നോളജ് ഉണ്ട് നമ്മൾ ഇന്ത്യക്കാർക്ക്, അതുപോലെ തന്നെ ഒരുപാട് റിസോഴ്സസും ഉണ്ട്, നമുക്ക് എന്ത് സാധനങ്ങൾ ചെയ്യാൻ പറ്റിയ റിസോഴ്സസും ഇവിടെ ഉണ്ട്. പക്ഷേ നമുക്ക് കോൺഫിഡൻസ് കുറവാണ്, അതുപോലെ തന്നെ ഒരു യൂണിഫൈഡ് ആയിട്ടുള്ള വിഷൻ ഇല്ല, അതായത് ഒറ്റക്കെട്ടായിട്ടുള്ള ഒരു വിഷൻ ഇല്ല. അത് ഓരോരോ ആളുകൾക്കാണ് വിഷൻ ഉള്ളത്, പക്ഷെ നമുക്ക് എല്ലാവർക്കും ഇന്ത്യൻ ജനതയ്ക്കായിട്ട് ഒരു ഒറ്റ മിഷൻ ഇല്ല. ഇപ്പോൾ ജപ്പാനിലൊക്കെ പോയി നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ജനങ്ങൾക്ക് ഒരു ഒറ്റ വിഷൻ ഉണ്ട്, അവരുടെ രാജ്യം ബെറ്റർ ആക്കുക എന്നുള്ളത്. നമുക്കതില്ല. നമ്മളെ വീട്ടുവളപ്പിലെ വേസ്റ്റ് അപ്പുറത്തെ ആളുകളുടെ വീട്ടിലേക്ക് ഇടുക എന്നുള്ളൊരു വൈബാണ്. സോ അങ്ങനെ ഒരു യൂണിഫൈഡ് വിഷൻ ഇല്ല എന്ന് പറയുന്നുണ്ട്. ദ ഡ്രീം റീഇൻഫോഴ്സസ് ഹിസ് ബിലീഫ്സ് ഇന്ത്യസ് ഫ്യൂച്ചർ ലൈസ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ഇറ്റ്സ് യൂത്ത്. അതുപോലെ തന്നെ നമ്മുടെ യുവാക്കളുടെ കയ്യിലാണ് നമ്മുടെ ഇന്ത്യയുടെ ഭാവി എന്നൊക്കെ നമ്മുടെ കലാം ഈ ഒരു വർക്കിൽ പറയുന്നുണ്ട്. സോ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പ്രധാനമായിട്ട് പറയാനുള്ളത്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ മെറ്റീരിയലും കൂടി കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പോകാൻ, ഞാൻ അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് പോകുന്നില്ല, കാരണം നമുക്ക് 2 ഇതും കൂടി ഡിസ്കസ് ചെയ്യാനുണ്ട്. രണ്ടാമത് നമുക്ക് ദ ഓപ്പൺ വിൻഡോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോർട്ട് സ്റ്റോറിയാണ് പഠിക്കാനുള്ളത്. H.S. മൊൺറോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ് ഈ ഒരു കഥ എഴുതിയിട്ടുള്ളത്. അത് ഒരു സ്കോട്ടിഷ് റൈറ്ററാണ്, സ്കോട്ട്ലാൻഡിലുള്ള ആളാണ്. സ്കോട്ട്ലാൻഡ് എന്ന് പറഞ്ഞാൽ ബ്രിട്ടൻ്റെ ഭാഗമാണ് കേട്ടോ, ഇംഗ്ലണ്ടിൻ്റെ ഭാഗമാണ് സ്കോട്ട്ലാൻഡ് എന്ന് പറയുന്നത്, UK ഭാഗമാണ് സ്കോട്ട്ലാൻഡ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പെൻ നെയിം എന്ന് പറയുന്നത് സഗിയാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരാം, ആരാണ് ഓപ്പൺ വിൻഡോ എഴുതിയത്, അദ്ദേഹം ഏത് രാജ്യക്കാരനാണ്, അദ്ദേഹത്തിൻ്റെ പെൻ നെയിം, അദ്ദേഹം സഗി എന്ന് പറയുന്നൊരു പെൻ നെയിമിലാണ് എഴുതിയത്, അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരാം. അതുപോലെ തന്നെ ഇതെന്നാണ് പബ്ലിഷ് ചെയ്തത് എന്നുള്ള ക്വസ്റ്റ്യൻ വരാം. സോ ഈ ഒരു കഥയുടെ ഒരു ഷോർട്ട് സമ്മറി എന്താണെന്ന് വെച്ചാൽ, ഇതിൽ ഒരു 3 പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളാണുള്ളത്. അതിലൊന്ന് ഫ്രാംപ്റ്റൺ നെറ്റൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കഥാപാത്രം വരുന്നുണ്ട്, ഫ്രാംപ്റ്റൺ നെറ്റൽ. അതുപോലെ തന്നെ അവിടെ ഒരു മിസ്സിസ് സാപ്പിൾട്ടൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ വീര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കഥാപാത്രം വരുന്നുണ്ട്. സോ ഈ 3 കഥാപാത്രങ്ങളാണ് ഇതിലെ പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സ്. സോ ഈ ക്യാരക്ടേഴ്സിൻ്റെ പ്രത്യേകതകൾ എന്ത്, വീരയുടെ പ്രത്യേകത എന്ത്, ഫ്രാംപ്റ്റൺ നെറ്റലിൻ്റെ പ്രത്യേകത എന്ത്, മിസ്സിസ് സാപ്പിൾട്ടൻ്റെ പ്രത്യേകത എന്ത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഈ ഒരു കഥാപാത്രത്തിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ഐഡിയ വേണം. അപ്പോൾ അത് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തെടുക്കുക. നിങ്ങൾ എവിടെ നിന്ന് വേണമെങ്കിലും അതിന് നോട്ട്സ് എടുത്തിട്ട് നിങ്ങളത് ക്രിയേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാം. ചിലപ്പോൾ ഈ ഒരു കഥയിലെ ചില സിറ്റുവേഷൻസ് തന്നിട്ട് അതെന്താണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ അവിടെ എന്താണ് പറഞ്ഞത് എന്നുള്ള ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് കാണാറുണ്ട്. സോ നിങ്ങൾ ആ ഒരു രീതിയിലും കൂടി ഈ ഒരു ഷോർട്ട് സ്റ്റോറിനെ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യണം കേട്ടോ. സോ ഇതിൻ്റെ ഒരു ഷോർട്ട് സമ്മറി എന്താണെന്ന് വെച്ചാൽ, ഫ്രാംപ്റ്റൺ നെറ്റൽ എന്ന് പറഞ്ഞാൽ ഒരു നെർവസ് ആയിട്ട് ആങ്ഷ്യസ് ആയിട്ടുള്ള മാനാണ്. അതായത് പെട്ടെന്ന് നെർവസ് ആവുക, പെട്ടെന്ന് കാര്യങ്ങൾ കണ്ടിട്ട് പേടിക്കുക, പെട്ടെന്ന് ആങ്ഷ്യസ് ആവുക, എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാകുമ്പോഴത്തേന് പെട്ടെന്ന് ചില ആളുകളുണ്ടല്ലോ പെട്ടെന്ന് ഷോക്ക്ഡ് ആവും, പെട്ടെന്ന് സ്ട്രെസ്ഡ് ആവും. അങ്ങനത്തെ ആളുകളെയാണ് നമ്മൾ ആങ്ഷ്യസ് നെർവസ് എന്നൊക്കെ പറയുന്നത്. അങ്ങനത്തെ ഒരു വ്യക്തിയാണ് നമ്മുടെ ഫ്രാംപ്റ്റൺ നെറ്റൽ. അപ്പോൾ ഇദ്ദേഹം
ഒരു സ്ഥലത്തേക്ക് ഒറ്റയ്ക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ സിസ്റ്റർ ആദ്യം തന്നെ അവിടെ താമസിച്ചിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിനോട് സിസ്റ്റർ പറയുകയാണ്, അവിടെ മിസ്സസ് സാപ്പിൾട്ടൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുണ്ട്, അവിടെ പോയിട്ട് അവരുടെ വീട് സന്ദർശിച്ച് കഴിഞ്ഞാൽ നിനക്ക് അവിടെ ഒരു അയൽവാസിയാവും, അല്ലെങ്കിൽ നിനക്ക് അവിടെ പരിചയക്കാരാവും എന്ന് പറഞ്ഞിട്ട് പറഞ്ഞയക്കുന്നുണ്ട് ഫ്രാംപ്ടൺ നെറ്റലിനെ. സോ ഈ നെറ്റൽ ഈ മിസ്സസ് സാപ്പിൾട്ടൻ്റെ വീട്ടിൽ പോകുന്ന സമയത്ത് അവിടെയുള്ള ഒരു ചെറിയ കുട്ടിയാണ് നമ്മുടെ വീര എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കഥാപാത്രം. സോ ഈ ഒരു കഥാപാത്രമാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കഥാപാത്രം. അപ്പോൾ ഒരു 15 ഇയർ ഓൾഡാണ് നമ്മുടെ മിസ്സസ് സാപ്പിൾട്ടൻ്റെ നീസാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇവിടുന്ന് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരാം. അപ്പോൾ ഇവിടെ വരുന്ന സമയത്ത് ഈ വീരയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവൾക്ക് പെട്ടെന്ന് കഥകൾ ഉണ്ടാക്കാൻ പറ്റും, നുണക്കഥകൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഈ വീര ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ഇയാളെ കണ്ടപ്പോൾ തന്നെ ഇവർക്ക് മനസ്സിലായി ഒരു നുണക്കഥ പെട്ടെന്ന് പറഞ്ഞ് ഏൽപ്പിക്കാൻ പറ്റുന്ന ഒരാളാണെന്ന്. അപ്പോൾ അയാളോട് പറയും മിസ്സസ് സാപ്പിൾട്ടണിന് ചെറിയ പ്രശ്നങ്ങളുണ്ട്, കാരണം അവരുടെ ഹസ്ബൻഡും മക്കളൊക്കെ ഓൾറെഡി മരിച്ചിട്ടുണ്ട്, അവർ മരിച്ചിട്ട് കുറേ വർഷങ്ങളായി. പക്ഷേ അവർ ഒരു വേട്ടയ്ക്ക് പോയിട്ടാണ് മരിച്ചത്. അവർ തിരിച്ചു വരാൻ വേണ്ടിയിട്ട് ഇവരിപ്പോഴും കാത്തിരിക്കുകയാണ്. അവർ പക്ഷേ ഓൾറെഡി മരിച്ചു പോയിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് അവരുടെ വീടിൻ്റെ വലിയൊരു വിൻഡോ തുറന്നിട്ടിരിക്കുകയാണെന്ന് പറയും. അതിനെയാണ് നമ്മൾ ഓപ്പൺ വിൻഡോ എന്ന് പറയുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് അതിനിങ്ങനെ ഒരു കഥയ്ക്ക് ഇങ്ങനെ ഒരു പേര് വന്നത്. അപ്പോൾ ആ വിൻഡോയും തുറന്നിട്ടിട്ട് മിസ്സസ് സാപ്പിൾട്ടൺ ഇപ്പോഴും കാത്തിരിക്കുകയാണെന്നാണ് വീര പറയുന്നത്. യഥാർത്ഥത്തിൽ ഇതൊരു കള്ളക്കഥയാണ്. അപ്പോൾ ഇത് കേട്ടിട്ട് നമ്മുടെ ഫ്രാംപ്ടൺ നെറ്റൽ ഭയങ്കരമായിട്ട് പേടിക്കുകയാണ്. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ടാണ് മിസ്സസ് സാപ്പിൾട്ടൺ വരുന്നത്. ഈ ഒരു വീരയുടെ ആൻറ്റിയാണ് മിസ്സസ് സാപ്പിൾട്ടൺ. അവർ വന്നിട്ട് ഈ ഒരു ആൾ വരുന്നുണ്ട്, എൻ്റെ ഹസ്ബൻഡും കുട്ടികളും വരാൻ പോവുകയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതും കൂടി കേട്ടപ്പോൾ നമ്മുടെ നെറ്റലിന് ആകെ പേടിയാകുന്നു. കുറച്ച് കഴിഞ്ഞിട്ട് അവൻ ആ വിൻഡോയിലേക്ക് നോക്കുന്ന സമയത്ത് ഇവർ 3 പേരും ഹസ്ബൻഡും മക്കളും കൂടി വേട്ട കഴിഞ്ഞ് തിരിച്ചു വരുന്നതാണ് കാണുന്നത്. അപ്പോൾ ഇത് കണ്ടപ്പോൾ നെറ്റൽ വിചാരിച്ചു എന്താണ് ഇവർ പ്രേതമാണ്, ഈ കുട്ടി പറഞ്ഞതൊക്കെ ശരിയാണെന്ന് വിചാരിച്ച് അയാൾ നെട്ടി തിരിച്ച് ഓടുന്നതാണ് കാഴ്ച. എന്നിട്ട് ഇവർ ഈ ഹസ്ബൻഡും മക്കളും കൂടി പുറത്തോട്ട് അകത്തേക്ക് കയറി വന്ന സമയത്ത് മിസ്സസ് സാപ്പിൾട്ടൺ പറഞ്ഞു എന്തിനാണ് ഇദ്ദേഹം ഓടിയത് എന്നൊക്കെ ചോദിക്കുമ്പോൾ വീര പറയും അദ്ദേഹത്തിന് പേടിയാണ്, ഈ ഡോഗിനെയൊക്കെ കാണുന്നത് അദ്ദേഹത്തിന് പേടിയാണ്. കാരണം ഈ ഹസ്ബൻഡിൻ്റെ കയ്യിലൊരു ഡോഗ് ഉണ്ട്, വേട്ടയ്ക്ക് പോകുന്ന സമയത്ത് അവരുടെ കയ്യിലൊരു ഡോഗ് ഉണ്ട്, ആ ഡോഗിനെ കാണുന്നത് പേടിയാണ്, അതുകൊണ്ടാണ് ഇവൻ ഇവിടുന്ന് ഓടിപ്പോയത് എന്നുള്ളൊരു കാര്യം പറയും. അപ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ടാണ് ഈ ഒരു സ്റ്റോറി അവസാനിക്കുന്നത്. സോ ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഇതിലെ പ്രധാനപ്പെട്ട തീം എന്താണെന്ന് വെച്ചാൽ ഡിസെപ്ഷൻ ആൻഡ് മാനിപ്പുലേഷൻ. ആളുകളെ എങ്ങനെ പറ്റിക്കാൻ പറ്റും, അതിനൊക്കെയുള്ള ഒരു ഉദാഹരണമാണ് നമുക്ക് വീര. നന്നായിട്ട് നമുക്ക് സംസാരിച്ച് കഴിഞ്ഞാൽ ഒരാളെ നമുക്ക് ഈസി ആയിട്ട് പറ്റിക്കാൻ പറ്റും എന്നുള്ളൊരു തീമാണ് ഇതിൽ വരുന്നത്. അതുപോലെ തന്നെ ഇതിലുള്ള ഐറണി എന്ന് പറഞ്ഞാൽ ദ്വയാർത്ഥം എന്താണെന്ന് വെച്ചാൽ, നട്ടൽ വീരൻ്റെ സ്റ്റോറി നമ്മൾ ബിലീവ് ചെയ്ത പോലെ നമ്മളും ചിലപ്പോൾ പറ്റിക്കപ്പെടാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളൊരു കാര്യം കൂടി ഈ ഒരു കഥ പറയുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് സൈക്കോളജിക്കൽ എക്സ്പ്ലോറേഷൻ, അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിൽ വരുന്നുണ്ട്. ഞാനെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നില്ല, കാരണം നമ്മൾ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ക്ലാസ് ഒരുപാട് നീണ്ടുപോകും. നമുക്കൊരു പോയിന്റും കൂടി ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ നിങ്ങൾ അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് നിങ്ങൾ കാണാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ തീംസ് വൈസ് ഒക്കെ നിങ്ങൾക്ക് ഇതിൽ ചോദ്യം ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉള്ളത് ഇതിലെ ക്യാരക്ടേഴ്സ് നിങ്ങൾക്ക് ചോദിക്കാം. വീരയുടെ ക്യാരക്ടറിൻ്റെ പ്രത്യേകത എന്താണ്, അതുപോലെ തന്നെ നെട്ടലിൻ്റെ ക്യാരക്ടറിൻ്റെ പ്രത്യേകത എന്താണ് എന്ന് നിങ്ങൾക്ക് ചോദിക്കാം. വീരയുടെ ക്യാരക്ടറിൻ്റെ പ്രത്യേകത എന്താണ്, ആളുകളെ പെട്ടെന്ന് പറഞ്ഞ് പറ്റിക്കാനുള്ള കഴിവുണ്ട്, അവർക്ക് പെട്ടെന്ന് ക്വിക്കായിട്ട് സ്റ്റോറീസ് ബിൽഡ് ചെയ്യാനുള്ള കഴിവുണ്ട്. അതുപോലെ തന്നെ അവിടെ കുറച്ച് വീട്ടിലിങ്ങനെ അടച്ചിട്ട് പോലെയാണ് അവളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്നും പുറത്ത് കടക്കാനുള്ള ഒരു കാര്യമായിട്ടും കൂടിയാണ് അത് കാണുന്നത്. സോ അങ്ങനെയൊക്കെ ഇതിൻ്റെ തീമുകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ നെട്ടലിൻ്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ആങ്ഷ്യസ് ആവും, പെട്ടെന്ന് നെർവസ് ആവും, പെട്ടെന്ന് കാര്യങ്ങൾ വിശ്വസിക്കും, പെട്ടെന്ന് പേടിക്കും. അതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറിൻ്റെ പ്രത്യേകത. അപ്പോൾ ഈ ഒരു രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമുക്കിതിൽ പഠിക്കാനുള്ളത് ദ ബ്ലസ്ഡ് ഡാമോസൽ എന്ന് പറഞ്ഞിട്ടുള്ള DJ റോസറ്റി എഴുതിയ ഒരു കവിതയാണ്. ഓക്കെ, ഈ കവിത ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കവിതയാണ്. ഇത് അത്യാവശ്യം ലോങ് ആണ് ഈ ഒരു കവിത. അപ്പോൾ ഇതിൻ്റെ ഒരു ഇതിൽ പ്രധാനമായിട്ടും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു കാമുകനും കാമുകയും അവർ തമ്മിലുള്ള അഗാധമായിട്ടുള്ള പ്രണയമാണ് ഈ ഒരു കവിതയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇതിലെ കാമുകി ആക്ച്വലി മരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കാമുകൻ ഇപ്പോഴും ഭൂമിയിലാണുള്ളത്. അപ്പോൾ ഈ മരണശേഷവും കാമുകനുള്ള പ്രണയം അവസാനിച്ചിട്ടില്ല.
സോ ലവ് ബിയോണ്ട് ഡെത്ത്, അതായത് ലവ് മരണത്തിനപ്പുറവും ലവ് ഉണ്ടാവും എന്ന് പറയുന്ന ഒരു കാര്യമാണ് ആക്ച്വലി ഈ ഒരു കവിതയിൽ പറയുന്നത്. അപ്പോൾ ഈ ഒരു ത്രൂ ഔട്ട് കവിതയിൽ ഈ കാമുകൻ കാമുകിക്ക് വേണ്ടി ഇങ്ങനെ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുകയും ആശിച്ചു കൊണ്ടിരിക്കുകയാണ്. എനിക്ക് അവളെ വേണം, അവളുടെ കണ്ണിങ്ങനെയാണ്, അവളുടെ മുടി ഇങ്ങനെയാണ്, അവളുടെ കാതിങ്ങനെയാണ്, അവൾ ഇങ്ങനെയുള്ള ആളാണെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ഇങ്ങനെ സങ്കടപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ് നമ്മുടെ ഈ ഒരു ഭൂമിയിലിരുന്ന്. അതുപോലെ തന്നെ അവളും ആകാശത്തിരുന്ന് അല്ലെങ്കിൽ സ്വർഗത്തിലിരുന്ന് കാമുകന് വേണ്ടിയിട്ട് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഈ ഒരു എൻറ്റയർ പോയത്തിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഇതേപോലെ ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. എന്താണ് ഇതിൻ്റെ തീം, സെൻട്രൽ ഐഡിയ എന്താണ്, അല്ലെങ്കിൽ എന്താണ് ഇതിലുള്ള ഐഡിയാസ് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഒരു അനലൈസ് നമ്മൾ നോക്കുന്ന സമയത്ത് ദ പോം റിഫ്ലെക്ട്സ് പ്രീ റാഫേലൈറ്റ് ഐഡിയ ബ്ലെൻഡിങ് മിഡീവൽ റൊമാൻറ്റിസിസം വിക്ടോറിയൻ. അതൊന്നും നിങ്ങൾക്ക് അത്ര ഇതിൽ വരില്ല. നമുക്കിതിൽ കുറച്ചും കൂടി ഇതിലുള്ള തീമുകൾ എന്തൊക്കെയാണെന്ന്, മേജർ തീം എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ലവ് ബിയോണ്ട് ഡെത്ത് ആണ്, അതായത് മരണത്തിന് ശേഷവും പ്രണയം നിലനിൽക്കും എന്ന് പറയുന്നത് ഇതിലൊരു പ്രധാനപ്പെട്ട തീമായിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഗ്രീഫ് ബിയോണ്ട് ഡെത്ത്, അതായത് മരിച്ചു കഴിഞ്ഞാലും നമുക്ക് ആ ഒരു സങ്കടം, അവർ മരണത്തിലുള്ള ആ സങ്കടം നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും കാലാകാലവും എന്നുള്ളൊരു തീം ഇതിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ റിലീജിയൻ, ദ പോയം ഇൻ്റർവൈൻസ് സ്പിരിച്വൽ ലോഞ്ചിങ് വിത്ത് റിലീജിയസ് സിംബോളിസം ഡെപ്പിക്റ്റിംഗ് ഹെവൻ, ഡിവൈൻ ഫിഗേഴ്സ്, സാക്രഡ് ഇമേജറി. അതുപോലെ ഇതിൽ മതം ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് വരുന്നുണ്ട്. കാരണം സ്വർഗം, നരകം, അതുപോലെ തന്നെ അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഇതിൽ, മാലാഖമാർ, അതൊക്കെ ഇതിൽ വരുന്നുണ്ട്. സോ റിലീജിയൻ ഒരു പ്രധാനപ്പെട്ട തീമായിട്ട് വരുന്നുണ്ട്. സോ ഇതൊക്കെയാണ് ഈ ഒരു പോയത്തിൽ നമുക്ക് പറയാനുള്ളത്. സോ ഞാനത് ഡിസ്കസ് ചെയ്യുന്നില്ല ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ട്. നിങ്ങളതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് നമ്മൾ സ്കോളേഴ്സ് ഹബ്ബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ക്ലാസ് നിങ്ങൾ കാണാം. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്കിതിൽ പറയാനുള്ളത്. അപ്പോൾ ഇതിനുള്ള ക്വസ്റ്റ്യൻസ്, ക്യാരക്ടേഴ്സ്, അതിൻ്റെ തീം, അതുപോലെ തന്നെ അതിലുള്ള ചില സിറ്റുവേഷൻസ്. കലാമിൻ്റെത് നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങൾ പഠിക്കണം. കലാമിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത്, മരിച്ച സമയം, അദ്ദേഹം ഏത് പുസ്തകത്തിൽ നിന്നാണ് ഇത് എടുത്തത്, അതിലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇതെല്ലാം നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുക. മെറ്റീരിയലിലും കാര്യങ്ങളുണ്ടാവും, അത് വെച്ചിട്ട് നിങ്ങൾ പഠിക്കാം കേട്ടോ. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദി ക്ലാസ്. താങ്ക് യു സോ മച്ച്.